എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള ടാസ്കുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് മിസ്റ്റർ കൊല്ലം കോമ്പറ്റീഷൻ. ഇതിനുശേഷം ഞാൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരുന്നു ഏപ്രിൽ 12-ന് നടക്കാൻ പോകുന്ന നാച്ചുറൽ കോമ്പറ്റീഷനാണ് എൻ്റെ നെക്സ്റ്റ് ഗോൾ എന്ന്. അപ്പോഴാണ് എൻ്റെ പോസിംഗ് കോച്ച് പറഞ്ഞത് ഫെബ്രുവരി 23-ന് അടൂരിൽ വെച്ച് നടക്കുന്ന മിസ്റ്റർ കേരള കോമ്പറ്റീഷന് മത്സരിക്കാൻ. തുടക്കത്തിൽ ഞാൻ നിരസിച്ചപ്പോൾ അദ്ദേഹം എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ഈ ഒരു കോമ്പറ്റീഷനിൽ കൂടി എൻ്റെ സ്റ്റേജ് എക്സ്പീരിയൻസ് കൂട്ടാനും വീക്ക്നെസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നും പറഞ്ഞു. ഇന്നെൻ്റെ കോമ്പറ്റീഷൻ ഡേ ആണ്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഫസ്റ്റ് 2 മീൽ എടുത്തിട്ടാണ് വെയിങ്ങിന് പോയത്. ഇവിടെ ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ചു. മോർണിംഗിൽ ബോഡി വെയ്റ്റ് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. 65 kg കാറ്റഗറി ടാർഗറ്റ് ചെയ്താണ് പോയത്. പക്ഷേ വെയ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 700 ഗ്രാം എക്സ്ട്രാ കാണിച്ചു. ഒഫീഷ്യൽ അതോറിറ്റീസ് ഒരു ചാൻസ് തന്നിട്ട് 700 ഗ്രാം വെയ്റ്റ് കുറയ്ക്കാൻ പറഞ്ഞു. ഫൈനലി വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി കാർഡിയോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 45 മിനിറ്റ് കാർഡിയോ സെക്ഷൻ ചെയ്തു. സെക്കൻഡ് ചാൻസിൽ പോയി വെയ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ വെയ്റ്റ് വന്നത് 64 kg 700 ഗ്രാം ആണ്. അങ്ങനെ 1 കിലോ വെയ്റ്റ് കുറച്ച് ഞാൻ എൻ്റെ കാറ്റഗറിയിൽ പ്രവേശിച്ചു. റണ്ണിങ്ങിന് ശേഷം ലെഗ് കുറച്ച് ഓവർ ട്രെയിൻ ആയി. അത് കുറയ്ക്കാൻ വേണ്ടി വീട്ടിലെത്തി കോൾഡ് ഷവറും ഐസിങ്ങും ചെയ്തു. അങ്ങനെ എൻ്റെ കോമ്പറ്റീഷൻ ടൈമായി. മൈ ചെസ്റ്റ് നമ്പർ 192. ട്രങ്കും ടാനും അപ്ലൈ ചെയ്തു. ലൈറ്റായിട്ട് ബോഡി പമ്പും ചെയ്തു. മക്കളെ, കോമ്പറ്റീഷൻ ഇത്ര ടഫ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആദ്യത്തെ 5-ൽ ഇടം നേടി. ടോപ്പ് 5-ൽ വന്നതിന് ശേഷം കോമ്പറ്റീഷൻ ഒന്നുകൂടി ടഫായി. ഫൈനലി റിസൾട്ട് വന്നു. മിസ്റ്റർ കേരള സിൽവർ മെഡൽ നേടിയിരിക്കുന്നു. ഈ കോമ്പറ്റീഷനിൽ നിന്ന് എനിക്ക് എൻ്റെ സ്ട്രോങ് പോയിന്റും വീക്ക് പോയിന്റും കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നെക്സ്റ്റ് ടാർഗറ്റ് ഏപ്രിൽ 12-ന് നടക്കാൻ പോകുന്ന നാച്ചുറൽ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.